ഹായ് ഹലോ, എൻ്റെ പുറകിലൊരു മിന്നായം പോലെ ഒരു പാപ്പാഞ്ഞിയെ കണ്ടോ? അതാണ് നമ്മുടെ കോട്ടയം കർണികളുടെ ഹൈലൈറ്റ്. അതിനെയാണ് ഡിസംബർ 31-ാം തീയതി കത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദമായ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ന്യൂ ഇയർ എവിടെ അടിച്ച് പൊളിക്കും? കോട്ടയംകാരായ നമ്മൾ ഇങ്ങോട്ട് പോര്. കോട്ടയം വടവാതൂർ ബണ്ട് റോഡ് ഇവിടെ നമുക്ക് തകർക്കാം. ഡി ജെ പാർട്ടി ഉണ്ട്. ഡി ജെ പാർട്ടി ഈ പ്രാവശ്യം ഇല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാനൊന്ന് കയറ്റിയിടാം. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിടാം. അപ്പോൾ ഈ പ്രാവശ്യം ഗാനമേളയുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, അങ്ങനെ ഒന്നാമത്തെ നല്ല സെറ്റപ്പ് പരിപാടിയാണ്. നമുക്ക് വൈകിട്ട് വന്ന് അടിച്ച് പൊളിച്ച് തകർത്തിട്ട് വരാം. നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോഴത്തേക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ 2 വശം കണ്ടായതുകൊണ്ട് ഉരുണ്ട് പടച്ച് താഴെ വീഴുമെന്നൊന്നും പേടിക്കേണ്ട. അത് ബാരിക്കേഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പോലീസിൻ്റെ സംരക്ഷണമുണ്ട്, നോ പ്രോബ്ലം, നല്ല സേഫാണ്. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം. നമ്മളെല്ലാവരും വണ്ടിയിലായിരിക്കുമല്ലോ വരുന്നത്. ഇപ്പോൾ വണ്ടിയെ വരുമ്പോഴത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഒത്തിരി പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും നമുക്ക് ആ പാപ്പാഞ്ഞിയെ പോയി അടുത്തൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കുറച്ചും കൂടെ അടുത്ത് നിന്ന് നമുക്കൊന്ന് കാണാം. കമാൺ, അടുത്ത് പോയി ഒന്ന് കാണാം. കൊച്ചിയിൽ എന്തായാലും ഈ പ്രാവശ്യം ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ടേ നേരെ കോട്ടയത്തോട്ട് പോര്. കിട്ടിയിലും പരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ നിസ്സാര കഥയാണെന്ന് ഓർക്കും, പക്ഷെ ഒന്നുമല്ല. കൊച്ചി കാർണിവലിൻ്റെ അത്ര ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം തുടക്ക സമയത്ത് കുറച്ചൊക്കെ ഉള്ളായിരുന്നേ. പിന്നെ ഇതിപ്പോൾ 4-ാമത്തെ വർഷമോ മറ്റാണെന്ന് തോന്നുന്നു. 4-ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ ഈ സംഭവം അങ്ങോട്ട് പൊലിച്ച്. ഇതിൻ്റെ ചോട്ടിൽ പോയി ഒന്ന് കാണിക്കാവേ. ഇതുണ്ട്, ഇവിടെ നോക്കി, ഇതുണ്ട്. എൻ്റെ ഹൈറ്റ് വെച്ചിട്ടൊന്ന് നോക്കി, ഈ സാധനത്തിൻ്റെ ഹൈറ്റ് എന്നാ ഉണ്ടെന്ന് നോക്കി. ഒമ്പടാ വീര ഹൈറ്റ സാധനം പണ്ടാടങ്ങാണ്ട് ഇത് കത്തിച്ച് കളയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. നാളെയും കൂടെ ഉള്ളൂ ഇതിൻ്റെ ആയുസ്. നമുക്ക് ബാക്കി പരിപാടികളെ ഒന്ന് കണ്ടിട്ട് വരാം. കോട്ടയം വടവാതൂർ ബണ്ട് റോഡ് എന്ന് പറയും. ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വൈകിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടം കാണാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ എല്ലാം വഴി ഉടനീളം ഇങ്ങനെ ട്യൂബ് ലൈറ്റുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി. ഈ ഭാഗത്തെല്ലാം ട്യൂബ് ലൈറ്റ് ഉണ്ട്, അങ്ങ് വരെ ഉണ്ട് ട്യൂബ് ലൈറ്റ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ആ പാപ്പാഞ്ഞി അവിടെ നിൽക്കുന്നു. ഇത് റോഡിൻ്റെ ഇത്രയും ദൂരം, ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. കണ്ടോ, ഇവിടെയാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. നല്ല ഏരിയ ഉണ്ട്. ഈ ഏരിയ മൊത്തം വണ്ടി പാർക്ക് ചെയ്യാനുണ്ട്. പിന്നെ കൂടാതെ അപ്പുറത്തെ സൈഡിലെങ്ങാണ്ട് വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് ഞാൻ പോയി നോക്കിയില്ല. പക്ഷേ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഇടമുണ്ട്, ഇഷ്ടം പോലെ സ്പേസാണ്.